നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പം അയൽവാസിനെ കൂടി നിങ്ങൾ പരിഗണിക്കണം. എല്ലാം നമുക്കങ്ങനെ പരിഗണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് കുറെ ആൾക്കാരുണ്ട്, നമ്മൾ ഉണ്ടാക്കി വേസ്റ്റ് ആയാലും അയൽപ്പക്കത്തെ മക്കളെ പരിഗണിക്കൂല. നമ്മളെ വീട്ടിലൊരു സൽക്കാരമൊക്കെ കഴിഞ്ഞ് കുറെ മന്തിയും ബാക്കിയുണ്ട്, ബിരിയാണിയും ബാക്കിയുണ്ട് എന്ന് കരുതുക. അവസാനം 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കും, 4 ദിവസം വെട്ടുംകുറ്റിയിലിട്ട് ചൂടാക്കി തിന്നും. എന്നിട്ടും ഇത് തീരുന്നില്ല എന്ന് കണ്ട അപ്പുറത്തെ പുരക്കാരോട് നബീസോ കുറച്ച് ചോറുണ്ടായിന് എനിക്ക് വേണോ. ഈ മാനസികാവസ്ഥയിലേക്കാണ് ഒരു അയൽപ്പക്ക ബന്ധങ്ങൾ. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന ഒരു കാലൊക്കെ വരൾച്ചയുടെ കാല, വെള്ളമൊക്കെ പലർക്കും ആവശ്യമുള്ള കാല. പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ആ അയൽപ്പക്ക മര്യാദ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു നല്ല വഹ്സിൻ ഇലാ ജാരിക ഫതകുൻ മുഅ്മിനൻ, നീ ഒരു വിശ്വാസിയാണെന്ന് പടച്ചോൻ ഉറപ്പിക്കുന്നതേ. സുബിബാങ്ക് കേൾക്കുമ്പോഴേക്ക് എണീറ്റ് ഓടി പള്ളിക്ക് പോവുക, നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ്സിലും പങ്കെടുക്കുക അല്ല, നിന്റെ അയൽവാസിയോട് നീ ഏറ്റവും മര്യാദയോടെ പെരുമാറുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇസ്ലാമിലെ ബന്ധങ്ങളുടെ മൂല്യം. ഉത്കൃഷ്ട മൂല്യങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ നമ്മളിലൂടെ യാഥാർത്ഥ്യമാകുമ്പം നമുക്ക് ദുനിയാവിൽ സാമ്പത്തികമായിട്ടൊരു നേട്ടമല്ലെങ്കിൽ ഒരു സ്വൈര്യവും സമാധാനവും ഉണ്ടാവും, മനസ്സിനൊരു വല്ലാത്ത റാഹത്ത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തുള്ള ഇസ്ലാമിന്റെ മൂല്യം എന്താ? ഒരാളെപ്പോലും മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ സങ്കടത്തോടെ സമ്പാദിക്കരുത്. ഇമ്മാർത്തിയ മനുഷ്യന് പണം ഉണ്ടാക്കാനുള്ള ആർത്തി, വാരി പിടിച്ചോടുക. പടച്ച റബ്ബിന്റെ ദുനിയാവിൽ മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത്ര സമ്പാദിക്കണമെന്ന് പടച്ചോൻ ഒരു ഹദീസിലൂടെയും ഖുർആൻ ആയത്തിലൂടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ദുനിയാവിലെ പണത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് ഹക്കും ബാത്തിലും നോക്കാതെ എത്ര പണം പലരും സമ്പാദിക്കുന്നുണ്ട്. അവനവന്റെ സമ്പത്തിന്റെ ഹക്കും ബാത്തിലും നേരും നെറിയും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മന്നക്കല ഹറാമൻ, നിങ്ങൾ ആരെങ്കിലും ഹറാമായ ഒരു മണിവറ്റ് തിന്നാൽ, ഒരു പിടിവറ്റല്ല, ഒരു മണിവറ്റ് നിങ്ങളുടെ വയറിലുണ്ടെങ്കിൽ 40 ദിവസത്തെ ഇബാദത്ത് പടച്ചൊങ്ങളെടുത്തൊന്ന് സ്വീകരിക്കൂല. ഇന്ന് പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ആർക്കെന്ത് നേര് എന്ത് നെറി. കൊള്ള ലാഭം എടുക്കുന്നവർ, കരിഞ്ചന്തയിൽ പൂഴ്ത്തി വെക്കുന്നവർ, ആളെ പറ്റിച്ച് മുതലുണ്ടാക്കുന്നവർ, എത്ര പേരാ മുസ്ലിം സമുദായത്തിൽ പണമിരട്ടിപ്പിക്കൽപ്പെട്ട് ഉള്ളത് നഷ്ടപ്പെട്ടവര്. ആരും അറിയാണ്ട് എവിടെങ്കിലും കൊണ്ടിടുക. ബാങ്ക് പലിശ തിന്നുന്നവരില്ലേ, അറിഞ്ഞുകൊണ്ട് പലിശ തിന്നുന്നവരില്ലേ. നിങ്ങൾ ആരെങ്കിലും പലിശ തിന്നാൽ ഹദീസിന്റെ സനദുകളിൽ ളൊഴഫ ഉണ്ടെങ്കിലും അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉലമാക്കൾ പറയാറുണ്ട്, സ്വന്തം പെറ്റ ഉമ്മാനെ കൂട്ടിക്കൊടുത്ത് കിട്ടുന്നവനെ പോലെയാ പലിശ തിന്നുന്നവൻ, അത് കൊടുക്കുന്നവൻ, എഴുതി വെക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ. ആളറിയാതെ രഹസ്യമായിട്ട് ബാങ്കുകളിൽ ചെന്ന് അവനാന്റെ മാസത്തിലെ പലിശ പൈസ വാങ്ങി അതുകൊണ്ട് ആളറിയാതെ ജീവിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നവര് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം വർഷങ്ങൾക്ക് ശേഷം ചെന്ന് നോക്കുമ്പം ഒരു അത്യാവശ്യത്തിന് 15,000 കണ്ടപ്പോ ആ 15,000 എടുത്തോണ്ട് പോരുമ്പോ ചിന്തിക്കാറുണ്ടോ, ഞാൻ ഇട്ട 10,000 ഉള്ളൂ, 5,000 എനിക്ക് വന്ന പലിശയാന്ന്? ഏത് രംഗത്തും ഹറാമായ നിലക്ക് മുതലുണ്ടാക്കുന്നവര്, എല്ലാ രംഗത്തും ആളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്നവര്, കച്ചവടത്തില്, റിയൽ എസ്റ്റേറ്റില് നാവിനൽപ്പം നീട്ടവും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഓൻ വലിയ പൈസക്കാരനാ. നെറ്റ് മാർക്കറ്റിങ്ങുകളില്ലേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്ത കച്ചവടത്തിന്റെ പേരിൽ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ പൈസ ഇറക്കി പൊളിയുമ്പം ഞാൻ രക്ഷപ്പെട്ടു, പോയത് ഓന്റെ പൈസ എന്നുള്ള കാരണത്തിന്റെ പേരിൽ ഇറക്കിയോനെ പിന്നീട് നോക്കാതെ ഓന്റെ മനസ്സ് വേദനയാപ്പിച്ച് നടക്കാറില്ലേ? ആരാന്റെ മുതൽ കണ്ടുവെച്ചിട്ട് കൊട്ടാരം പണിയുന്നവര്, മറ്റുള്ളവന്റെ മുതലുകൊണ്ട് മാത്രം ജീവിക്കുന്നവര്, വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് മീഡിയന്റെ മുൻപിൽ വരിക, വാപ്പാനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വാപ്പ വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ബെഡുമ്മ കിടന്നിട്ട് ഉമ്മാനെ പ്രാങ്ക് ചെയ്ത് ഞെട്ടിക്കുക. അത് കണ്ട് രസിക്കാൻ കുറെ വാപ്പാരുമാരും. അവനാന്റെ അടുക്കളയിലെ രഹസ്യങ്ങൾ, തീന്മേശയിലെ രഹസ്യങ്ങൾ, ആളെ പറ്റിച്ചിട്ട് കരയിപ്പിക്കുന്ന രഹസ്യങ്ങൾ, അതിനേക്കാളേറെ എന്തോ ഏതോ ഒരിക്കൽ പോലും ഹക്കാണെന്ന ബോധ്യമില്ലാത്ത ഫുഡ് ബ്ലോഗുകൾ, ആരെങ്കിലും വിളിച്ചിരുത്തിയിട്ട് മൂക്കുമുട്ട ഭക്ഷണം കൊടുത്ത ആ ഭക്ഷണത്തിന്റെ എല്ലാ മേന്മയും പറയും, ഇത് അങ്ങനെയാണ് ഇങ്ങനാണ്, തിന്നാൽ അത്ര കിട്ടും ഇത്ര കിട്ടും, ഭയങ്കര ടേസ്റ്റിയാണ് എന്ന്. ആമാശവും കുടലും ഒന്നിച്ച് കരിച്ചു കളയുന്ന പല വിഷവസ്തുക്കളും ചേർത്തിട്ടുണ്ടാക്കുന്നതാണെങ്കിലും അവനാന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി ഉണ്ടാവണം ജനങ്ങളെ മുൻപില്. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞുണ്ടാക്കുന്നവരില്ലേ? ഏതൊക്കെ കാര്യത്തിന്റെ പേരിലുണ്ടായി, എന്തൊക്കെ കാരണത്തിന്റെ പേരിൽ എത്ര കാര്യങ്ങൾ ഉണ്ടായി. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ കൂടെ യാത്ര ചെയ്ത പെണ്ണിനെ പീഡിപ്പിച്ചു എന്നാ പെണ്ണ് പുറത്തിറങ്ങി പറഞ്ഞു. മൂക്കുമുട്ട കുടിച്ച് പൂസായ പെണ്ണ് പറഞ്ഞു മദ്യം നൽകി പീഡിപ്പിച്ചതാണ്.
13 ദിവസം ആ ചെറുപ്പക്കാരനെ മീഡിയകൾ കൊന്നു. തീൻമേശകളിൽ ഇരിക്കുന്ന വീഡിയോക്കാരന്റെ ചാനൽ ചർച്ചയിൽ യാതൊരു മടിയും കൂടാതെ ഇരിക്കാറില്ലേ? ഏഷ്യാനെറ്റിന്റെ മുൻപിലാണെങ്കിൽ മറ്റേത് ചാനലിന്റെ മാധ്യമങ്ങളുടെ മുൻപിലാണെങ്കിലും എന്റെ എതിരാളിയുടെ വിഷയമാണെങ്കിൽ കേൾക്കാൻ വലിയ രസ, അത് മറ്റോന്റെ വിഷയമാണെങ്കിൽ പെണ്ണുകേസ് നല്ല രസ. എത്ര മാന്യന്മാരുടെ തൊലിയുരിക്കുന്ന പെണ്ണുകഥകൾ വന്നു, എത്ര നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന പെണ്ണുകഥ വന്നു. പറഞ്ഞു രസിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അതിന്റെ പിന്നാമ്പുറം തെളിഞ്ഞിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? കുടുംബമില്ലേ? വ്യക്തികളില്ലേ? മക്കളില്ലേ? അവസാനം 13 ദിവസത്തിന് ശേഷം ആ ചെറുപ്പക്കാരന്റെ വൈദ്യപരിശോധനയിൽ തെളിയിക്കപ്പെട്ടു, ഒന്നും നടന്നിട്ടില്ല, ഒരു പീഡനവും നടന്നിട്ടില്ല. പിന്നെന്തേ പെണ്ണ് കളവറിയാനുള്ള കാരണം? ഇവൻ മിലിറ്ററിയിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പം കുപ്പി ചോദിച്ചു പെണ്ണ്. കുടിച്ചു പൂസായപ്പം അവൾ ചെന്നിറങ്ങുന്നത് ഭർത്താവിന്റെ മുൻപിലേക്കാ. റെയിൽവേ സ്റ്റേഷനിൽ ഭർത്താവിന്റെ മുൻപിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ആ ഭർത്താവ് കുടിച്ചു പൂസായി കിടക്കുന്നത് കണ്ട് ഒരു ഭാരമാകാതിരിക്കാൻ നേരെ അവൾ പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു, ഓൻ കുടിപ്പിച്ചിന്റെ ബലാത്സംഗം ചെയ്തതാണ്. 13 ദിവസം ആ കുടുംബം അനുഭവിച്ചില്ലേ? എത്ര കുടുംബത്തിന്റെ തൊലിയുരിക്കാറുണ്ട് നമ്മളിൽ പലരും? എത്ര ആളുകൾ തോന്നിയാസങ്ങൾ എഴുതിവിടാറുണ്ട്? എത്ര പേര് നേരും നിറയും നോക്കാതെ സംസാരിക്കാറുണ്ട്? ചില ആളുകളെ പറ്റിയിട്ട് സമൂഹം പറയാറില്ലേ, ആള് നല്ല മുത്തക്കിയായിരിക്കും, നാവ് കുപ്പത്തൊട്ടിക്ക് സമ. ആള് നല്ല തറവാട്ടുകാരനും കുടുംബക്കാരനും നല്ല ഖുർആൻ ക്ലാസ്സുകാരിയായിരിക്കും, പക്ഷെ നാവേ ഒരു തൊഴുത്തിനേക്കാളിലും മണം പിടിച്ച മൂത്രപ്പുരനെക്കാട്ടിലും ഗതികെട്ടതായിരിക്കും. അന്യന്റെ പരദൂഷണങ്ങൾ പറയാൻ, പച്ചയിറച്ചി തിന്നാൻ, ഓന്റെ കുടുംബത്തിന്റെ അടിവേരറുക്കാൻ ആരാ മനുഷ്യരെ നമുക്ക് അവകാശം തന്നെ? നിങ്ങൾ ഏതെങ്കിലും ഒരു സഹോദരൻ അവന് സംഭവിച്ചു പോയ രഹസ്യം നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുതെന്നും ആ രഹസ്യങ്ങൾ അന്വേഷിച്ചിറങ്ങുന്നവന്റെ രഹസ്യം നാഥൻ അന്വേഷിക്കുമെന്നും ആ രഹസ്യം അവന്റെ കുടുംബത്തിൽ വെച്ച് പടച്ചോൻ പരസ്യമാക്കുമെന്നും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ഇതങ്ങനെയാ, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് പിന്നെ കുട്ടിയെന്ന് പറയും, അത്യാവശ്യം കൂടുതൽ ഉണ്ടാക്കിയിട്ട് അങ്ങ് പറയും. ആൾക്കാർക്ക് നല്ല ദീനി ലുക്ക് ഉണ്ടാവും, നല്ല മഫ്ത, നല്ല ദീന്, നല്ല രീതി, അങ്ങനെയാണല്ലോ. ഒപ്പം ഒക്കെ കോലത്തിൽ മാത്രമേ ഉള്ളൂ. കാലിന്റെ തൊടഭാഗത്ത് ചിഹ്നം വരയ്ക്കുന്ന പച്ച കുത്തുന്ന പെണ്ണിന്റെ മുഖത്തുണ്ട് നല്ല രസത്തിലും മഫ്ത. അതാണാവട്ടെ പെണ്ണാവട്ടെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പറഞ്ഞുണ്ടാക്കുന്ന ഹക്ക് എവിടെങ്കിലും തിരുത്താൻ പറ്റലുണ്ടോ? എവിടെങ്കിലും ചെന്നിട്ട് മാറ്റി പറയാൻ പറ്റലുണ്ടോ? അതുകൊണ്ട് സമ്പത്തൊക്കെ സമ്പാദിക്കുമ്പം ഇസ്ലാമിന്റെ ചില മൂല്യങ്ങളുണ്ട്. ഒരാളെ മനസ്സ് വേദനിപ്പിക്കാതെ പൈസ ഉണ്ടാക്കണം, ഹക്കായ നിലക്കുണ്ടാക്കണം. ഹറാമായത് സമ്പാദിച്ചു വെച്ചാലും തിന്നാലും പൊരുത്തം ഉണ്ടാവില്ല, കുരുത്തം ഉണ്ടാവില്ല, അത് മരിച്ചാൽ പോലും ഉണ്ടാവില്ല. നിങ്ങൾ എത്ര സമ്പാദിച്ചു വെച്ചാലും മക്കൾക്ക് ഉപകാരപ്പെടൂല. ഞാൻ നിർത്തുക.